കൂട്ടുകാരെ, എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു. 1950 ജനുവരി 26 നമ്മൾ അഭിമാനത്തോടെ അനുസ്മരിക്കുകയാണ്. രാഷ്ട്രശില്പികളുടെ നേതൃത്വത്തിൽ ആണ്ടുകളുടെ അധ്വാനങ്ങളാൽ ഇന്ത്യക്ക് ലിഖിത ഭരണഘടനയുണ്ടായി. ജനാധിപത്യ, മതേതര, സോഷ്യലിസ്റ്റ്, പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യ മാറി. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് അധികകാലം നിലനിൽക്കാൻ ആകില്ലെന്ന്. കാരണം വിവിധ ജാതി, മത, ഭാഷ, വേഷ ഭിന്നതകൾ ഇന്ത്യയെ തകർക്കുമെന്ന്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് നമ്മുടെ രാജ്യം അതിജീവിച്ചു. ഏറ്റവും ശക്തമായ ഭരണഘടനയുടെ തണലിലാണ് ഇന്ത്യ നിലനിന്നത്. വ്യത്യസ്തതകളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുഗാഥ രചിച്ച് ഇന്ത്യ മുന്നോട്ട് പോയി. ജാതി വിഭജനങ്ങളും സാമ്പത്തിക പരാധീനതകളും വിഭവ ചോർച്ചകളും കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും പരാജയപ്പെടാത്ത വിധം നമ്മെ കോർത്തു നിർത്തിയത് സുശക്തമായ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഭരണഘടനയുടെ വിവിധ ആർട്ടിക്കിളിലൂടെ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോകരുത്. ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും ഉൾപ്പെടെ രാഷ്ട്ര നായകർ ഓരോ മനുഷ്യന്റെയും അന്തസ്സുറ്റ നിലനിൽപ്പിന് വേണ്ടി നിലയുറപ്പിച്ചവരായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം പുതിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ്. കടക്കെണികൾ, അഴിമതിയുടെ വേദനകൾ, വർഗീയതയുടെ വിഷലിപ്ത ഭാവങ്ങൾ, അസഹിഷ്ണുതയുടെ ഭ്രാന്തമായ വെടിമുഴക്കങ്ങൾ, മണ്ണിന്റെ മണമുള്ള മനുഷ്യരുടെ നിലവിളികൾ, നിത്യദാരിദ്ര്യം ശീലിച്ച പരശരങ്ങൾ നമ്മുടെ രാജ്യത്തിന് പോറലേൽക്കരുത്. ഭരണഘടനയുടെ അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഇന്ത്യക്ക് കാവലിരിക്കാം. ജയ് ഹിന്ദ്.